ഞാൻ എവിടെ യാത്ര പോയാലും എൻ്റെ ബാഗിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ വിക്സ് മുട്ടായി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ആറ്റാങ്കര പള്ളിയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം പള്ളിയിൽ വന്നിട്ട് നമുക്ക് നേർച്ചയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് നേർച്ചയൊക്കെ നല്ല രീതിയിൽ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അടുത്തതായിട്ട് പോയിട്ടുണ്ടായിരുന്ന കന്യാകുമാരിയിലാണ്. കന്യാകുമാരി ഞങ്ങളുടെ ഒരു സ്ഥിരം സ്പോട്ടാണ്. എപ്പോൾ പള്ളിയിൽ വന്നാലും ഞങ്ങൾ കന്യാകുമാരി കയറാറുണ്ട് കേട്ടോ. കന്യാകുമാരി വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല വെയിലാണെങ്കിലും കുറേ നേരം അവിടെ നിന്നപ്പോൾ ചെറിയ രീതിയിൽ മഴയൊക്കെ ചാറാൻ തുടങ്ങി, നല്ല രീതിയിൽ കാറ്റൊക്കെ വീശാൻ തുടങ്ങി. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ബീച്ച് സൈഡിൽ കടലിലെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് അടുത്ത ഷോപ്പുകളിലൊക്കെ ജസ്റ്റ് കയറി കേട്ടോ. ഇവിടെ സൈഡിലായിട്ട് കുറേ സ്റ്റോളുകളും കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടവും നല്ല വിലക്കുറവിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമ്മുടെ ചാനലിൽ മുമ്പും ലോങ് വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കന്യാകുമാരിയിലെ ഷോപ്പിംഗ് വ്ളോഗൊക്കെ. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കണേ. അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത് നല്ല റേറ്റ് കുറവിൽ സാധനങ്ങൾ വാങ്ങിക്കുന്ന കുറേ ഷോപ്പുകളൊക്കെ കന്യാകുമാരിയിലുണ്ട് കേട്ടോ. ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ മോളാണ് കേട്ടോ. മോക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് നോക്കാനാണ് ഈ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് തന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ലഞ്ച് ബോക്സും ബാഗും അതേപോലെ തന്നെ ബോട്ടിലും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ടോയ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മെയിനായിട്ട് ടോയ്സിൻ്റെ ഷോപ്പാണ്. പിന്നെ ഇഷ്ടം പോലെ ബോട്ടിൽസ്, സ്കൂളിലേക്കുള്ള ഐറ്റംസ് ഒക്കെ ഈ ഒരു ഷോപ്പിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ 5 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ പെൺകുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് കിട്ടുന്ന കടയുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ അയറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി അടുത്തതായിട്ട് പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. അവിടെ എത്തുമ്പോഴുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.